ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് ബിലെയാമിന്റെ കണ്ണുകൾ തുറന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 22 അധ്യായം 31 വാക്യം. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കർത്താവ് ബർത്തിമായിയുടെ കണ്ണുകൾ തുറന്നതുപോലെ ഇന്നും അനേകരുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നു. യഹോവ എങ്ങനെയാണ് ബിലെയാമിന്റെ കണ്ണുകൾ തുറന്നത്? കർത്താവ് കണ്ണു തുറന്ന ദിവസം മുതൽ കണ്ണു തുറന്ന മനുഷ്യൻ എന്നൊരു പുതിയ പേര് നൽകിയത് സംഖ്യാപുസ്തകം 24 അധ്യായം 3 വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇസ്രായേലിനെ ശപിക്കാൻ ബാലാക്ക് രാജാവ് ബിലെയാം പ്രവാചകനെ കൂലി കേൾപ്പിച്ചു. എന്നാൽ ദൈവം ബിലെയാമിനോട് കൽപ്പിച്ചു, നീ അവരോട് കൂടെ പോകരുത്, നീ ജനത്തെ ശപിക്കരുത്, കാരണം അവർ ഭാഗ്യവാന്മാരാണെന്ന്. ഇത് സംഖ്യാപുസ്തകം 22 അധ്യായം 12 വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവ് ബിലെയാമിന്റെ കണ്ണു തുറന്നപ്പോൾ തന്റെ അരുളപ്പാട് എടുത്തുകൊണ്ട് പറഞ്ഞു, കണ്ണു തുറന്ന മനുഷ്യന്റെ വചനം, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം, ഇസ്രായേലെ നിന്റെ വാസസ്ഥലങ്ങൾ നീണ്ടുകിടക്കുന്ന താഴ്വരകൾ പോലെ, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടുപിടിപ്പിച്ച കറ്റാർ പോലെ, വെള്ളത്തിനരികെ ദേവദാരുക്കൾ പോലെ എന്ന് സംഖ്യാപുസ്തകം 24 അധ്യായം 3 വാക്യത്തിലും 5, 6 വാക്യത്തിലും കാണാൻ സാധിക്കും. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറന്നാൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതനെ നിങ്ങൾ കാണുകയില്ല. മറിച്ച് തന്റെ വിലയേറിയ രക്തം ചൊരിയുന്ന നമ്മുടെ സ്നേഹനിധിയായ യേശുക്രിസ്തുവിനെ നിങ്ങൾ കാണും. കാൽവറിയുടെ ക്രൂശിൽ നിങ്ങൾക്കായി അവന്റെ ജീവൻ ത്യജിച്ചു. നമുക്ക് വരേണ്ടിയിരുന്ന ശിക്ഷ അവൻ സ്വയം ഏറ്റെടുത്തല്ലോ. നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആ മഹത്തായ ത്യാഗം സ്വീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. കണ്ണു തുറന്നവരെ കർത്താവ് അനേകർക്ക് അനുഗ്രഹമായി സ്ഥാപിക്കും. അവർ ഭൂമിയുടെ ഉപ്പ് പോലെയായിരിക്കും, ലോകത്തിന്റെ പ്രകാശവും. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ അഭിഷക്ത മക്കൾക്കെതിരെ എഴുന്നേൽക്കരുത്, പിന്നെ ഒരിക്കലും അവർക്കെതിരെ സംസാരിക്കുകയും അരുത്. ദൈവമനുഷ്യനായ സ്മിത്ത് വിഗിൽസ്വർത്ത് രോഗബാധിതനായപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്റെ സഹദേവദാസന്മാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. താമസിയാതെ അസുഖം മകനിലേക്കും പകർന്നു. മകനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചെങ്കിലും ഒരു പുരോഗതിയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ദൈവം കണ്ണു തുറന്നതും അഹങ്കാരം തിരിച്ചറിഞ്ഞതും. അവൻ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അവനു വേണ്ടി പ്രാർത്ഥിക്കാൻ സഹഭൃത്യന്മാരോടും ആവശ്യപ്പെട്ടു. തനിക്കും മകനും പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ വിശുദ്ധിയിൽ നടക്കുകയാണോ? നിങ്ങൾ ദൈവഹിതം അനുസരിക്കുകയാണോ? കർത്താവിന്റെ മുൻപാകെ നിങ്ങളുടെ വഴികൾ നേരുള്ളതാണോ എന്ന് ചിന്തിക്കുക. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വിമർശനാത്മക അവലോകനം നടത്തുകയും നിങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ 28 അധ്യായം 13 വാക്യം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 107, 108, 109 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 4 അധ്യായം. ആമേൻ.